ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം എന്താണ് കമ്പ്യൂട്ടർ എന്ന ചോദ്യം തന്നെ നോക്കാം. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. ഡിവൈസ് ഉപകരണം. ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് ഡാറ്റ, സ്റ്റോർ ഡാറ്റ, പ്രോസസ് ഡാറ്റ ആൻഡ് റിട്രൈവ് ദ സ്റ്റോർഡ് ഡാറ്റ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അതിന് ഡാറ്റയെ സ്വീകരിക്കാനും ആക്സെപ്റ്റ് ചെയ്യുവാനും സ്റ്റോർ ചെയ്യുവാനും സംഭരിച്ചു വയ്ക്കുവാനും പ്രോസസ്സ് ചെയ്യുവാനും ഒക്കെ കഴിയും. ആൻഡ് റിട്രൈവ് ദ സ്റ്റോർഡ് ഡാറ്റ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഒരിക്കൽ സ്റ്റോർ ചെയ്ത ഡാറ്റാനെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് റിട്രൈവ് ചെയ്യാനും തിരികെ എടുക്കാനും അത് ഉപകരിക്കുന്നു. ഇറ്റ് ക്യാൻ ഓൾസോ പ്രിന്റ് ദ റിസൾട്ട് ഇൻ ദ ഡിസൈർഡ് ഫോർമാറ്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ റിസൾട്ട് പ്രിന്റ് എടുക്കാനും അതിലൂടെ കഴിയുന്നു. അടുത്ത ചോദ്യം, ഇസ് ദ കമ്പ്യൂട്ടർ എ ഡാറ്റ പ്രോസസ്സർ? കമ്പ്യൂട്ടറുടെ ഡാറ്റ പ്രോസസ്സർ ആണോ എന്ന ചോദ്യമാണ്. അതെ, യെസ്, ദ കമ്പ്യൂട്ടർ ഈസ് എ ഡാറ്റ പ്രോസസ്സർ. മറ്റൊരു ചോദ്യം ഇതാണ്, വാട്ട് ഹാപ്പൻസ് വെൻ ഡാറ്റ ഈസ് പ്രോസസ്ഡ്? ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഡാറ്റ വെൻ പ്രോസസ്ഡ് ഇറ്റ് ബിക്കംസ് മീനിങ് ഇൻഫർമേഷൻ. ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് അർത്ഥപൂർണമായ ഒരു വിവരമായി മാറുന്നു. ആൻഡ് അൺപ്രോസസ്ഡ് ഡാറ്റ ഈസ് ലൈക്ക് എ റോ മെറ്റീരിയൽ. ഒരിക്കൽ പ്രോസസ്സ് ചെയ്തിട്ടില്ലാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡാറ്റയുടെ എത്ര ശേഖരമുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം വെറും അസംസ്കൃത പദാർത്ഥമാണ്. അതെല്ലാം വെറും റോ മെറ്റീരിയലാണ്. ആ റോ ഡാറ്റ എന്നും അതിനെ വിളിക്കാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് റോ ഡാറ്റ. ഇനി ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് മാറ്റം ഉണ്ടാവുക? ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻഫർമേഷൻ ആയിട്ട് മാറുകയാണ്. ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ആൻ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ഈസ് സംവാട്ട് മീനിങ് ഫുൾ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണമായ ഒന്നാണ്. ഡാറ്റ എന്ന് പറയുന്ന വിവരങ്ങളുടെ ഒരു ബൃഹത്തായ ശേഖരമാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ സെൻസിബിൾ ആകണമെന്നില്ല. പക്ഷേ ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറെ കൂടി സെൻസിബിളായ ഒരു അറിവായി മാറുന്നു. അത് ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നു. ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? 3 പെട്ടികൾ വേണം. നടുക്കത്തെ പെട്ടി വലുതായിരിക്കണം. നടുക്കത്തെ ബോക്സിന്റെ പേര് CPU എന്നാണ്. ആദ്യത്തേത് ഇൻപുട്ട്, പിന്നെ CPU, അവസാനം ഔട്ട്പുട്ട്. ഇൻപുട്ടിൽ നിന്ന് CPU-ലേക്ക് ആരോ മാർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ CPU-ൽ നിന്ന് ഔട്ട്പുട്ടിലേക്കും ആരോ മാർക്ക് കൊടുക്കണം. ഒപ്പം തന്നെ ഇൻപുട്ട് ആയിട്ട് വരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ. അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഇൻപുട്ട് ബോക്സിനെ കരുതാൻ. മൗസ്, കീബോർഡ്, സ്കാനർ, ബാർകോഡ് റീഡർ, ഇതൊക്കെ ഒരുതരം ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇൻപുട്ട് ഡിവൈസസ് എല്ലാം തന്നെ അത് നമുക്ക് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് പറയുന്ന CPU-ലേക്ക് വിവരങ്ങൾ നൽകുന്നതിനാണ്. കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ് എന്നിങ്ങനെയുള്ള ചെറു യൂണിറ്റുകൾ CPU-യുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ CPU-വിന്റെ ഉള്ളിലുള്ള ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? CU അഥവാ കൺട്രോൾ യൂണിറ്റ്, ALU അഥവാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, MU അഥവാ മെമ്മറി യൂണിറ്റ് എന്നിവയാണ്. എന്നിട്ട് CPU-വിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് നൽകുന്നു. ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ സ്പീക്കർ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്, ഓഡിയോ സിഗ്നൽസ് ആണ് ഔട്ട്പുട്ടായി നൽകുക. അതുപോലെ തന്നെ ഒരു പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, ഹാർഡ് കോപ്പി പ്രിന്റ് ആണ് അതിലൂടെ നൽകുക. VDU എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അതായത് ദൃശ്യമായി ഉള്ള ഡിസ്പ്ലേ, ദൃശ്യ രൂപത്തിലുള്ള ഡിസ്പ്ലേ നമുക്ക് പുറമേക്ക് ഔട്ട്പുട്ടായി നൽകുന്ന യൂണിറ്റ് ആണ് മോണിറ്റർ. മോണിറ്റർ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. VDU എന്നും അതിന് മോണിറ്ററിന് മറ്റൊരു പേര് കൂടിയുണ്ട്. കുറച്ച് ഇൻപുട്ടുകളുടെ പേര് പറയാൻ പറഞ്ഞാലോ, ഇൻപുട്ട് യൂണിറ്റുകളുടെ പേരുകൾ പറയാൻ പറഞ്ഞാലോ, അപ്പോൾ കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെന്ന്, ട്രാക്ക് ബോർഡ്, സ്കാനർ, ഗ്രാഫിക് ടാബ്ലറ്റ്, മൈക്രോഫോൺ എന്നിവയൊക്കെ. മൈക്രോഫോൺ എന്ന് വെച്ചാൽ മൈക്ക് നമ്മുടെ ഓഡിയോ സിഗ്നൽസിനെയാണ് ഇൻപുട്ടായി സ്വീകരിക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് എക്സാമ്പിൾ ആണ് മോണിറ്റർ, പ്രിന്റർ, ഹെഡ്ഫോൺ, കമ്പ്യൂട്ടർ സ്പീക്കർ, പ്രൊജക്ടർ എന്നിവയൊക്കെ. ഇനി മറ്റൊരു ചോദ്യമാണ്, വാട്ട് കൈൻഡ് ഓഫ് ഔട്ട്പുട്ട് ഡു ദ പ്രിന്റേഴ്സ് ഗിവ്? പ്രിന്റർ നൽകുന്നത് ഔട്ട്പുട്ട് ഏതാണ്? ഹാർഡ് കോപ്പി ഔട്ട്പുട്ടാണ് പ്രിന്ററുകൾ നൽകുക. മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്? ഹാർഡ് കോപ്പി ഔട്ട്പുട്ടിന്റെ പ്രത്യേകത എന്താണ്? ഒരിക്കലും നമ്മൾക്ക് ഹാർഡ് കോപ്പി പ്രിന്റ് ഔട്ട് എടുത്താൽ പിന്നെ കറണ്ടോ അല്ലെങ്കിൽ ഉപകരണമോ ഇല്ലാതെ തന്നെ നമുക്ക് ആ പേപ്പറിൽ നോക്കി കാര്യങ്ങൾ പിന്നെയും എത്ര തവണ വേണമെങ്കിലും മനസ്സിലാക്കാം. വി ക്യാൻ വ്യൂ ദ ഔട്ട്പുട്ട് ഇവൺ വെൻ വിതൗട്ട് ദ സപ്പോർട്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ എനി അതർ ഡിവൈസസ്. അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്? സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ടിന്റെ പ്രത്യേകത എന്താണ്? അത് വീണ്ടും നോക്കണമെങ്കിൽ നമുക്ക് ഒരു ഉപകരണത്തിന്റെ സഹായം വേണം, ഇലക്ട്രിസിറ്റിയും ഉപയോഗിക്കേണ്ടി വരും. We need the support of electricity and devices to view this kind of soft copy output. Soft copy output പിന്നെയും ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇലക്ട്രിസിറ്റിയും മറ്റു ഉപകരണങ്ങളും വേണം. How do we give input into the computer system? With the help of keyboard. കീബോർഡിന്റെ സഹായത്തോടെ എങ്ങനെയാണ് ഇൻപുട്ട് നൽകുക? കീ പ്രസ്സിലൂടെയാണ് ഇൻപുട്ട് നൽകുന്നത്. കീബോർഡിൽ എങ്ങനെയാണ് ഇൻപുട്ട് നൽകുന്നത്? കീ പ്രസ്സിലൂടെയാണ്. വളരെ സിമ്പിളാണ്. അടുത്ത ചോദ്യം, how do we give input into the computer system with the help of mouse? മൗസിന്റെ സഹായത്തോടെ എങ്ങനെയാണ് ഇൻപുട്ട് നൽകുക? മൗസ് ക്ലിക്കിലൂടെയാണ്. വളരെ സിമ്പിളാണ്. മൗസ് ക്ലിക്കിലൂടെയാണ് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് വിവരങ്ങൾ നൽകുന്നത്, ഇൻപുട്ട് നൽകുന്നത്.
അടുത്ത ചോദ്യം, ഈ സ്കാനർ ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്, സ്കാനർ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ? നോ, സ്കാനർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. സ്കാനർ ഇൻപുട്ട് ഡിവൈസ് ആണ്, വിച്ച് ഹെൽപ്സ് ടു ഗിവ് ഇൻപുട്ട് ലൈക്ക് സ്കാൻഡ് ഇമേജസ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്. സ്കാൻഡ് ഇമേജസും ഫോട്ടോഗ്രാഫ്സും പോലുള്ള ഇൻപുട്ടുകളെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് നൽകാൻ സ്കാനർ ആവശ്യമാണ്. ഇനി, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ്സ് ടു ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്ട്സ് ഓഫർഡ് ഫോർ സെയിൽ? സൂപ്പർ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില കണ്ടെത്താനായിട്ട് നമ്മൾ ഒരു ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിക്കുമല്ലോ, അത് ഏതാണ്? അത് ബാർകോഡ് സ്കാനർ ആണ്. അതിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ബാർകോഡ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നിടത്തേക്ക് നമ്മൾ സ്കാനിങ്ങിന് നടത്തുമ്പോൾ ആ പ്രൈസ് സ്കാൻഡായി സിസ്റ്റത്തിലേക്ക് കയറും. അടുത്തത്, റൈറ്റ് ദ നെയിംസ് ഓഫ് സം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്കാനേഴ്സ്. പലതരം സ്കാനറുകളുണ്ട്, ഏതൊക്കെയാണ്? OCR, OMR, ബാർകോഡ് സ്കാനർ, QR കോഡ് സ്കാനർ എന്നിവയൊക്കെ പലതരം സ്കാനറുകൾ തന്നെയാണ്. മറ്റൊരു ചോദ്യമാണ്, ലിസ്റ്റ് ദ നെയിംസ് ഓഫ് സം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ്. പലതരം പ്രിന്ററുകളുടെ പേര് പറയാമോ? ഇങ്ക്ജെറ്റ് പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ലേസർ പ്രിന്റർ, പ്ലോട്ടർ, ഡ്രം പ്രിന്റർ, ഫ്ലാറ്റ് ബെഡ് പ്രിന്റർ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഡെയ്സി വീൽ പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ലൈൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ബാൻഡ് പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ, പ്ലോട്ടർ പ്രിന്റർ എന്നിവയൊക്കെ അങ്ങനെയുള്ള പ്രിന്ററുകളാണ്. പ്ലോട്ടർ പ്രിന്ററിന്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. വലിയ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകളും അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ വലിയ ഗ്രാഫിക്കൽ ചിത്രങ്ങളും അതിന്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്തെടുക്കുന്നതിന് ഈ പ്ലോട്ടർ പ്രിന്ററുകൾ ഉപയോഗിക്കുന്നു. വലിയ പേപ്പറിലാണ് പ്രിന്റ് ലഭിക്കുക. സാധാരണ A4 പേപ്പറിലൊക്കെ നമുക്ക് പ്രിന്റ് എടുക്കാൻ കഴിയുന്ന ഇങ്ക്ജെറ്റ് പ്രിന്ററുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പ്രിന്റാണ് നൽകുന്നത് ഈ പഴയ കാലത്തെ ഡോട്ട് മാട്രിക്സ് പ്രിന്ററിനോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ. മാത്രമല്ല, അത്ര വലിയ ശബ്ദമൊന്നും ഉണ്ടാകുന്നില്ല. ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ഉണ്ടാക്കുന്നത് വളരെ നോയ്സിയാണ്, വലിയ ശബ്ദമാണ്. അത്ര വലിയ ശബ്ദമൊന്നും ഇങ്ക്ജെറ്റ് പ്രിന്ററിന് നൽകുന്നില്ല. എന്നാൽ ഇതിനേക്കാൾ കൂടിയ ക്വാളിറ്റി ഉള്ള പ്രിന്റ് നൽകാൻ ലേസർ പ്രിന്ററുകൾക്ക് കഴിയും എന്നത് വേറെ കാര്യം. ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകൾ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള മെയിൻ്റനൻസ് കോസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രിന്ററുകളാണ്. മിക്കപ്പോഴും ഗവൺമെന്റ് ഓഫീസുകളിലും കുറഞ്ഞ ചിലവിൽ ബില്ലടിക്കാനായിട്ടൊക്കെ അവർ ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകളെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് വളരെ നോയ്സി ആയിട്ടുള്ള ഒരു ഉപകരണമാണ് എന്നത് അതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു ചോദ്യമാണ്, റാം എന്താണ്? റാം, റോം എന്നിവയൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് എഴുതുമ്പോൾ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റോം എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ്. റാൻഡം, കാരണം ഷോർട്ട് ഫോം ആണല്ലോ, ഫുൾ ഫോമിനെ ഷോർട്ട് ഫോം ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് തോന്നുന്ന പോലെ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് അതിന് ഉത്തരം ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള മെമ്മറി, ഫാസ്റ്റ് മെമ്മറി എന്നർത്ഥം. അതാണ് റാം എന്ന് പറയുന്നത്. ഈ ചിത്രം കാണുന്നത് റാമുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് റാമിന്റെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് വർക്കിന്റെ സ്പീഡ് കൂടുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. മൾട്ടിപ്പിൾ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഒരേ സമയം പാട്ട് കേൾക്കാം, അതേസമയം വർക്ക് ചെയ്യാം, അതേസമയം വേറൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് മറ്റൊരു വർക്കും ചെയ്യാം. ഇങ്ങനെയൊക്കെ പോസിബിൾ ആവണമെങ്കിൽ എന്ത് വേണം? റാം കൂടിയ കമ്പ്യൂട്ടർ ആയിരിക്കണം എന്നുണ്ട്. റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് ഈസ് എ ടെമ്പററി മെമ്മറി. റാം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക മെമ്മറിയാണ്, വോളറ്റൈൽ മെമ്മറിയാണ്. കറണ്ട് പോയാൽ റാമിന്റെ ബ്രെയിനിൽ പിന്നെ ഒന്നുമില്ല, മൊത്തം ബ്ലാങ്ക് ആയി പോകും. വീണ്ടും അത് റാമിലേക്ക് ലോഡ് ചെയ്യപ്പെടുമ്പോഴാണ് റാമിലെ വിവരങ്ങൾ നിറയുക. സോ റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ മെമ്മറി ദാറ്റ് അലൗസ് ഡാറ്റ ടു ബി സ്റ്റോർഡ് ആൻഡ് ആക്സസ്ഡ് ക്വിക്കലി. ഡാറ്റ വളരെ ക്വിക്കായിട്ട് സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനായിട്ടും പറ്റുന്ന ഒന്നാണ് ഇത്. ടെമ്പററി സ്റ്റോറേജ് ആണ് ഇതിനകത്തുള്ളത്. റാം സ്റ്റോർസ് ഡാറ്റ ടെമ്പററിലി വൈൽ ദ കമ്പ്യൂട്ടർ ഈസ് റണ്ണിങ്. കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന സമയത്താണ് റാം എന്ത് ചെയ്യുന്നത്? ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. അല്ലാതെ കമ്പ്യൂട്ടർ ഓഫാക്കി കഴിയുമ്പോൾ അത് മൊത്തം റാമിലുള്ളത് മുഴുവനും കാലിയായി പോകുന്നു. അടുത്തത്, ഫാസ്റ്റ് ആക്സസ് ആണ് റാമിന്റെ പ്രത്യേകത. ടെമ്പററി സ്റ്റോറേജ് ആണ്. വേഗം ചോദിക്കുന്ന വിവരങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് റാമിന് കഴിയും. ഒട്ടും ഡിലേ ഇല്ലാതെ അതിന് ഉത്തരം നൽകാൻ കഴിയുന്നത് കൊണ്ട് റാം കുറവുള്ള കമ്പ്യൂട്ടറുകളൊക്കെ വളരെ ഹാങ് ചെയ്ത് സ്ലോവിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, റാം കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ വേഗതയും വളരെ കൂടുതലായിരിക്കും. റാം അലൗസ് ഡാറ്റ ടു ബി ആക്സസ്ഡ് ക്വിക്കലി. നമ്മൾ ചോദിക്കുന്ന ചോദ്യവും ഡാറ്റയും പെട്ടെന്ന് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. മേക്കിംഗ് ഇറ്റ് എസെൻഷ്യൽ ഫോർ ആപ്ലിക്കേഷൻസ് ദാറ്റ് റിക്വയർ ഫാസ്റ്റ് പ്രോസസ്സിംഗ്. ചില ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ അതിവേഗ പ്രോസസ്സിംഗ് ആവശ്യമുള്ളവയാണ്. അത് വളരെ ക്വിക്കായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുന്നു റാം ഉണ്ട് എങ്കിൽ. വോളറ്റൈൽ മെമ്മറി ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് റാം ഈസ് ഹാവിങ് എ വോളറ്റൈൽ മെമ്മറി. പറ്റിപ്പോകുന്ന മെമ്മറിയാണ്, അല്ലെങ്കിൽ തീർന്നു പോകുന്ന മെമ്മറിയാണ്. എന്തുകൊണ്ടാണ് റാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ഇറ്റ് മീൻസ് ഇറ്റ്സ് കണ്ടന്റ്സ് ആർ ലോസ്റ്റ് വെൻ ദ കമ്പ്യൂട്ടർ ഇസ് പവർഡ് ഓഫ്. കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ, അത് കറണ്ട് നഷ്ടപ്പെടുമ്പോൾ റാമിലുള്ള മുഴുവൻ വിവരങ്ങളും ലോസ്റ്റ് ആകുന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റാം? റാമിന്റെ പ്രാധാന്യം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയുടെ പ്രാധാന്യം മറ്റൊന്നുമല്ല, അത് ഇൻക്രീസ്ഡ് സിസ്റ്റം പെർഫോമൻസിന്, അതായത് സിസ്റ്റം നന്നായി പെർഫോം ചെയ്യുന്നതിന് സഹായിക്കുന്നു. റാം മൾട്ടി ടാസ്കിങ് ഈസ് അലൗഡ്. ഒരു സമയത്ത് ഒന്നിലേറെ ജോലികൾ ചെയ്യാനായിട്ട് കഴിയുന്നത് റാം കൂടുതലുള്ളതുകൊണ്ടാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഗെയിമിംഗ്. ഗെയിമിങ്ങിന് വളരെ
അത്യാവശ്യവുമാണ് ഇത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത വാട്ട് ഈസ് നോൺ ആസ് റോം, റീഡ് ഓൺലി മെമ്മറി അഥവാ റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറി എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എ നോൺ വോളറ്റൈൽ മെമ്മറി. കറണ്ട് പോയാലും പറ്റിപ്പോകില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും ഡാറ്റ. ദാറ്റ് സ്റ്റോർസ് ഡാറ്റ പെർമനന്റ്ലി. ഡാറ്റയെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു റോം. വെൻ ദ പവർ ഈസ് ടേൺഡ് ഓഫ്, പവർ ടേൺ ഓഫ് ചെയ്താലും, അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും റോം അങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇതാണ് റാമും റോമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. റാമിന്റെ ചിത്രമാണ് കാണുന്നത്, റോമിന്റെ ചിത്രം എന്താ മറ്റൊരു രീതിയിലാണ്, നിങ്ങൾക്കറിയാം. ഇനി അപ്പോൾ റാം, റോം എന്നിവ എന്താണ് എന്നത് വരെയുള്ള ഭാഗമാണ് നമ്മൾ ആദ്യ ഭാഗത്ത് നോക്കിയത്.